വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കടബാധ്യതയിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കടബാധ്യതകൾ മാറണം എന്നുള്ളതാണ്. അവരുടെ സാഹചര്യങ്ങൾ മുഖാന്തരം പലരും ചെറുതും വലുതുമായിട്ടുള്ള കടത്താൽ ഭാരപ്പെടുന്നവരാണ്. എങ്ങനെ ഇത് റീപേ ചെയ്യണം എന്നറിയാതെ ഭാരപ്പെടുന്നവരാണ്. എങ്ങനെ ഇത് അടച്ചു തീർക്കും എന്നറിയാതെ വേവലാതിപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതിനു മുൻപായിട്ട് ഈ എങ്ങനെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എത്രയാണോ നമുക്ക് മന്ത്ലി വരുമാനം വരുന്നത് അതിനകത്ത് തന്നെ നമ്മുടെ ചെലവുകൾ ഒതുക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ, ചില പ്രശ്നങ്ങളല്ല, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ രക്ഷയില്ല. അത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കടമെടുക്കേണ്ടി വരുവാണെങ്കിൽ അതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കടമെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് അത് തന്നെയാണ്. അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം എടുക്കാനായിട്ട് ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ക്രെഡിറ്റ് കാർഡ് എത്ര വേണമെങ്കിലും അവർ തരും അല്ലേ? ബാങ്ക് നമുക്ക് ലക്ഷങ്ങളായിരിക്കും തരുന്നത്, പക്ഷെ അതെങ്ങനെ റീപേ ചെയ്യും? ഒരു മാസം അടവ് തെറ്റിയാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കടം ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മുടെ വരുമാനത്തിൽ നിന്ന് ചെലവ് ചെയ്യുക. 2, കടം വാങ്ങിക്കാതിരിക്കുക. 3, നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, നമ്മുടെ കർമ്മ മേഖല എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതിൽ നിന്ന് ഉത്സാഹത്തോടുകൂടെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക. ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് ബൈബിളിലുടനീളം കഠിനാധ്വാനികളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അധ്വാനം വർദ്ധിപ്പിക്കുക, കഠിനാധ്വാനം ചെയ്യുക. എനിക്ക് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മളെ കൊണ്ടാകുന്നത്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാലൻ്റ് എന്താണോ അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും കഠിനാധ്വാനം, ഹാർഡ് വർക്ക് ചെയ്യാനും സ്മാർട്ട് വർക്ക് ചെയ്യാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ജ്ഞാനവും ചോദിക്കുക. അതേപോലെ തന്നെ അതിനുള്ള വഴികൾ, അവസരങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കഠിനാധ്വാനം ചെയ്യുക, ജോലിയിൽ ഉത്സാഹത്തോടെ വർക്ക് ചെയ്യുക. നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതിൽ നിന്ന് ഒരു അംശം, ഏറ്റവും വലിയ അംശം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. അത് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം പല സ്ഥലങ്ങളിൽ ബൈബിളിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കരുണയുള്ള വ്യക്തിയായി മാറുക. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വിധവമാരും അതേപോലെ അനാഥരുമായിട്ടുള്ളവരുണ്ടാവാം, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരുണ്ടാകാം. അവർക്ക് ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ ഒരു കരഹസ്തം കൊടുക്കുക, നമുക്കൊരു സഹായഹസ്തം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. 6ാമതായിട്ട്, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്. ആ വചനപ്രകാരം തന്നെ നമ്മുടെ കടങ്ങൾ നമുക്ക് മോചിച്ച് ലഭിക്കാനായിട്ട് നമ്മളോട് കടപ്പെട്ടിരിക്കുന്നവരോട് നമുക്ക് ആദ്യം ക്ഷമിക്കാം. അങ്ങനെ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ എല്ലാ മേഖലയിലും, ഏറ്റുപറച്ചിലിൻ്റെ ശുശ്രൂഷ എല്ലാ ഇടങ്ങളിലും നമ്മൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനായിട്ട് തുടങ്ങുക. ദൈവമേ, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി, മറ്റുള്ളവരോട് തെറ്റ് ചെയ്തു, മറ്റുള്ളവർ എന്നോട് തെറ്റ് ചെയ്തു, അവരോട് ക്ഷമിക്കുക. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ എപ്പോഴും ദൈവത്തോടും ജനത്തോടും നമ്മൾ സൂക്ഷിക്കുക. ക്ഷമിക്കുവാനായിട്ടുള്ളൊരു, കടങ്ങൾ ഇളച്ചു കൊടുക്കാനായിട്ടുള്ളത്, ക്ഷമിക്കുവാനായിട്ടുള്ളൊരു കൃപ ദൈവത്തോട് ഏത് സമയത്തും നമ്മൾ ചോദിക്കുക. അതേപോലെ തന്നെ അടുത്തതാണ്, ദൈവസന്നിധിയിലിരുന്ന് ഈ പണത്തെ, നമ്മുടെ വരുമാനത്തെ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള കൃപയെ, ജ്ഞാനത്തെ ചോദിക്കുക എന്നുള്ളതാണ്. ദൈവം തന്നിട്ടുള്ള നന്മകൾ അതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് വേറൊരു വ്യക്തിക്ക് കടം കൊടുക്കാനുള്ളതല്ല, ബാങ്കിൽ കൊടുക്കാനുള്ളതല്ല. അനാവശ്യ ചെലവുകളെ എല്ലാം നീക്കം ചെയ്യുവാനായിട്ട് ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, ദൈവസന്നിധിയിലിരുന്ന് കർത്താവേ, നീ തരുന്ന എല്ലാ നന്മയെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവം തരുന്നതിൽ നിന്ന് ഒരംശം നാളത്തേക്കായി അല്ലെങ്കിൽ നിക്ഷേപത്തിനേക്കായി നമ്മൾക്ക് സൂക്ഷിപ്പ് ഒരംശം നമ്മുടെ നാളുകൾക്കായി മാറ്റിവെക്കുന്ന ഒരു ശീലം, എല്ലാം തീർത്ത് കളയാതെ ചെറിയൊരംശം നമ്മുടെ വരുമാനത്തിൽ നിന്ന് നീക്കി വെക്കാനായിട്ടുള്ളൊരു സ്വഭാവം കൂടെ നമ്മൾ ഓരോരുത്തരും
പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് വഴി തുറക്കുന്നത്, ദൈവമാണ് നിനക്കും എനിക്കും വേണ്ട വഴിവാതിലുകളെ തുറക്കുന്ന ദൈവം. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കടം ഏത് തന്നെയാണെങ്കിലും, വലുതും ചെറുതുമായ കടങ്ങളെ യേശു ഈ നാളുകളിൽ തീർക്കാനായിട്ട് പോവുകയാണ്. തീർത്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര കോടി രൂപ വരുന്ന കടമാണെങ്കിലും, വീട് ജപ്തിയായിരിക്കുന്ന അനുഭവമാണോ, ഇപ്പോൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുക, എൻ്റെ വീട് ജപ്തിയിൽ പോകത്തില്ല. എനിക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ ഒരു നീക്കുപോക്ക് വെച്ചിട്ടുണ്ട്. ഒരു വഴി ദിവസങ്ങളിൽ ദൈവം എനിക്ക് തുറക്കാനായിട്ട് പോവുകയാണ്. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എനിക്ക് വേണ്ടി പുതുവഴി വാതിലുകളെ ദൈവം തുറക്കും. പുതിയ വരുമാന മാർഗങ്ങളെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. വിശ്വസിച്ച് ഏറ്റുപറയുക. കടബാധ്യതകൾ നീങ്ങിപ്പോയതിനായി സ്തോത്രം പറയുക, നന്ദി പറയുക. ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ലാത്ത വരുമാന മാർഗങ്ങൾ, പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ, പുതിയ ജോലി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ദൈവം ഈ നാളുകളിൽ അത്ഭുതം ചെയ്തിരിക്കും. അവൻ്റെ പേര് അത്ഭുത മന്ത്രി. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ വഴിവാതിലുകളെ ദൈവം തുറക്കാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുക. വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, അതുകൂടാത്തൊരു വലിയൊരു വിശാലത, വലിയൊരു നിറവ്, വലിയൊരു എന്താ പറയുക, ഒഴുക്ക്, നിറഞ്ഞു കവിഞ്ഞ ഒഴുക്ക്, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു പുതിയ നീരുറവ നിങ്ങളുടെ വരുമാനത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ച് ഇതെല്ലാം ഏറ്റെടുക്കുക. കർത്താവാണ് സകലതും തരുന്നത്. അതിനുവേണ്ടി നന്ദി പറയുക. തരുന്ന ദൈവത്തിലേക്ക് നോക്കുക. തന്ന സാധനത്തിലേക്കോ തന്ന നന്മകളിലേക്കും നോക്കാതെ തരുന്ന ദൈവത്തിലേക്ക് നോക്കുക. അവനെ മുറുകെ പിടിക്കുക. അവനാണ് എന്നും നമ്മൾക്ക് നല്ലതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കുന്നതും വഴി നടത്തുന്നതും. ഏത് സമയത്തും അവനെ സ്തുതിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഈ സാഹചര്യങ്ങളും മാറിപ്പോകും. ഹല്ലേലൂയ. നിങ്ങൾക്കും വേണ്ടി ജീവിതത്തിൽ വലിയ നന്മകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ട്. നിങ്ങളതിനായി കാത്തിരിക്കുക. നിങ്ങളതിനു വേണ്ടി അവനെ വിശ്വസിച്ച് അവനെ പിൻപറ്റുക. ഏത് സമയത്തും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവനെ സ്നേഹിക്കുക. അവനെ സ്തുതിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി നല്ല ഭണ്ഡാരങ്ങളെ തുറന്ന് ആവശ്യത്തിലധികം അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ച് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ ആൻഡ് ആമേൻ.